നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. സന്യാസയോഗം മതിയാക്കി ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നുള്ള പിടിവാശിയിലെത്തിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ഈ വായന കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തി ഒറ്റയ്ക്കുള്ള ജീവിതം മതിയെന്നും തനിക്കതാണ് കൂടുതൽ ചേരുക എന്നുമുള്ള ചിന്തയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനനുസരിച്ച് ജീവിക്കുകയും ഒക്കെയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കാം, ഒറ്റയ്ക്കുള്ള ജീവിതമാണ് നല്ലത്, മറ്റാരുമായി ബന്ധം വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല, താൻ ഒറ്റയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് തനിക്ക് നല്ലത് എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പലവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അതുപോലെ തന്നെ ആത്മീയപരമായിട്ടൊക്കെ വളരെയധികം ഉയരണമെന്നുള്ള അതിയായ ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്യാസ യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആശ്രമത്തിലോ അല്ലെങ്കിൽ ക്ഷേത്ര പള്ളി ദർശനങ്ങളിലോ ഒക്കെ മുഴുകി നടന്നിട്ടുണ്ടാകാം ഈ വ്യക്തി. തനിക്ക് ഒരു പങ്കാളിയെ വേണ്ട എന്നും തനിക്ക് ഒരു ഇണയുടെ ആവശ്യമില്ല എന്നുമുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ചില അറിവുകൾ ഉദിച്ചു വന്നു എന്നതാണ് സത്യം. ഇവിടെ ആത്മീയ ഗുരുക്കളുടെ സാന്നിധ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. എന്തു തന്നെയായാലും ആത്മീയതയിൽ വളരെയധികം ഉയർന്നു നിൽക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് വെളിപാടുകൾ വരുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും പല പുതിയ മറ്റ് അറിവുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലൂടെ ഈ വ്യക്തി ആരാണെന്നും ഈ വ്യക്തിയുടെ പ്രാധാന്യം എന്താണെന്നും നിങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും മാറി ചിന്തിക്കുവാൻ ഇപ്പോൾ ഈ വ്യക്തിക്ക് ആവുകയില്ല. ഈ വ്യക്തിയുടെ ആത്മാവ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെടലിന്റെ ജീവിതം ആദ്യമൊക്കെ ഒരു ഹരമായി തോന്നിയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് വളരെയധികം മടുപ്പ് തോന്നിക്കുന്ന ഒരു ജീവിതമായി മാറിയിരിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലേക്ക് വരണമെങ്കിൽ തനിക്ക് ഉറപ്പായും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ ആ തിരിച്ചറിവ് വന്നപ്പോൾ അത് തന്റെ വെറും തോന്നലാണെന്നും മനസ്സ് വെറുതെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതാണെന്നും ഉള്ള രീതിയിൽ ഈ വ്യക്തി അതിനെ വെറുതെ വിട്ടു. ആ ചിന്തയെക്കുറിച്ച് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി മുന്നേറ്റം ചെയ്യുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തണമെങ്കിൽ, മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ. നമുക്കിവിടെ ഒരു തരത്തിലും ഈ വ്യക്തിയെ സ്വതന്ത്രമായി ചിന്തിക്കുന്നതായും പ്രവർത്തിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എപ്പോഴും ആരെങ്കിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ വ്യക്തിക്ക് താല്പര്യം. അതിനുവേണ്ടി നിങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറാണ്. കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള എല്ലാവരെയും ഈ വ്യക്തിക്ക് അംഗീകരിക്കാനാവില്ല. എല്ലാവരെയും ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുകയുമില്ല.
വളരെ ചുരുക്കം ചില വ്യക്തികളെ മാത്രമാണ് ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുക. ആ ഒരു പട്ടികയിൽ നിങ്ങൾ ഉണ്ട്. നിങ്ങളുടെ പേരും അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള മനോഹരമായ ഓർമ്മകളും ഉണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യമല്ലാതെ ഈ വ്യക്തിക്ക് മറ്റുമാരുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ട് നിൽക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കണമെങ്കിൽ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ ആയാൽ മാത്രമേ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നു. മറ്റാരുടെയും കൂടെ നിന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ഒന്നും തന്നെ ആകുന്നില്ല. അവരുടെ അധീനതയിൽ അകപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ ജീവിതം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്നു. ആത്മീയപരമായിട്ടുള്ള ഗുരുക്കന്മാർ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള വിവരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവും സത്യസന്ധതയും മനസ്സിലാക്കിയിട്ടുള്ള മറ്റു ചിലവരും ഈ പ്രണയബന്ധത്തിലുണ്ട്. അതായത് ഈ പ്രണയബന്ധത്തെ കൂടുതൽ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികൾ. ചിലപ്പോൾ നിങ്ങളുടെയും ഈ വ്യക്തിയുടെ മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരെയും വളരെ നന്നായി അറിയുന്ന വ്യക്തികളും ആയിരിക്കാം. ഈ പ്രണയബന്ധത്തെ എങ്ങനെയെങ്കിലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ആയിരിക്കാം. അത്തരം നന്മ നിറഞ്ഞ അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ വ്യക്തിക്ക് രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാത്ത ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തി പല പ്രാവശ്യവും ഒറ്റയ്ക്കുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിലേക്ക് മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിലേക്ക് എന്തുകൊണ്ടോ ഈ വ്യക്തിയുടെ സ്വന്തം ആ ഒരു മനസ്സ് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു തരത്തിലും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ വെറും തോന്നലുകളായിട്ടും ബുദ്ധിമോശമായിട്ടും ഒക്കെ തോന്നിയിരുന്നെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിയുടെ മനസ്സിന് യാതൊരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും വന്നുകൊണ്ടിരുന്നത്. ഇത് തീർത്തും വളരെയധികം അനായാസപ്പെട്ടാണ് അതിനെ മറികടക്കാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ പോലും മുന്നോട്ട് ജീവിക്കാൻ യാതൊരു തരത്തിലുമുള്ള താല്പര്യമില്ലാതെ ആയപ്പോഴാണ് നിങ്ങളാണ് ഈ വ്യക്തിയുടെ മുന്നോട്ട് പോകാനുള്ള ഊർജമെന്നും ഇൻസ്പിരേഷൻ എന്നും വിശ്വാസമെന്നും ഈ വ്യക്തി മനസ്സിലായത്. ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രചോദനം വേണമെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉളവാകുന്നത്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ സ്നേഹവും എല്ലാം തന്നെ കേൾക്കുവാനും കാണുവാനും അനുഭവിക്കുവാനും താല്പര്യപ്പെടുന്നുണ്ട്. ആദ്യമൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം തിരക്കുള്ള വ്യക്തിയായിരുന്നു. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുകയും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കടുകുമണിയുടെ അത്രം പോലും പ്രാധാന്യം നൽകാതെ മാറിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ സ്നേഹിക്കുന്നവരല്ല എന്നും അവരുടെ തനി സ്വരൂപം മനസ്സിലായതായിട്ടും അവർക്കെല്ലാവർക്കും ഈ വ്യക്തിയുടെ പണമോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങളോ മതി എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ഒറ്റക്കുള്ള ജീവിതം യാതൊരു കാരണവശാലും നടപ്പാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിലൂടെ മുന്നോട്ട് പോയാലാണ് തനിക്ക് തന്റെ ആത്മാവിനും സമാധാനവും സന്തോഷവും ലഭിക്കുക എന്നുള്ള തിരിച്ചറിവിലേക്കാണ്, അന്വേഷണത്തിലാണ് ഈ വ്യക്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം എന്നേക്കുമായി വേണം എന്നുള്ള ഒരു പിടിവാശിയിൽ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെയായാൽ ഈ വ്യക്തിയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുവാനോ നേരിട്ട് കാണുവാനോ സംസാരിക്കുവാനോ താല്പര്യപ്പെടുന്ന രീതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്നത്തെ വായന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഈ വായനയിൽ പറഞ്ഞ എല്ലാ പോസിറ്റീവ് ഊർജ്ജവും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആയി യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ്, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.